വാടക വീട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമകൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കുറ്റമാണ് താമസക്കാർ വീടാകെ നശിപ്പിച്ചുവെന്നും. താമസക്കാർ കൃത്യമായി വീട് പരിപാലിച്ചില്ല, ബാത്റൂമും അടുക്കളയുമെല്ലാം നശിപ്പിച്ചു, മുറികളിൽ പെയിന്റ് എല്ലാം വരച്ച് അവ നശിപ്പിച്ചു. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത നിരവധി പരാതികളാണ് വീടുടമകൾ എപ്പോഴും പറയാറുള്ളത്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഒരുപോലെ തന്നെയായിരിക്കും. എന്നാൽ ഓസ്ട്രേലിയയിൽ ഒരു ദമ്പതികൾ പുതുതായി വാങ്ങിയ വീടിലെ കുറ്റം കേട്ടാൽ ശരിക്കും ഞെട്ടും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇപ്പോൾ വളരെയധികം വൈറലാണ്. ഒരു ഓസ്ട്രേലിയൻ വീട്ടുടമസ്ഥൻ പുതുതായി വാങ്ങിയ വീട്ടിൽ ഒരു പ്രത്യേകതരം ഭക്ഷണത്തിന്റെ രൂക്ഷഗന്ധം ലഭിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. പുതിയ വീട്ടിലെ ഭക്ഷണത്തിന്റെ ദുർഗന്ധം നീക്കം ചെയ്യുന്നതിനുള്ള ഉപദേശം തേടിയുള്ള ദമ്പതികളുടെ അപേക്ഷ ഓൺലൈനിൽ നിരവധി പ്രതികരണങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഇന്ത്യ എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യമെന്ന അഭിസംബോധന തന്നെ ഏത് രാജ്യത്തെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. സ്ഥിരമായി ഇത്തരം ഭക്ഷണഗന്ധം കൈകാര്യം ചെയ്യുന്ന അനുഭവം വിവരിച്ചതിനു ശേഷം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അയാൾ ഇടുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2 പുരുഷന്മാരിൽ നിന്ന് അടുത്തിടെ പ്രോപ്പർട്ടി വാങ്ങിയ ദമ്പതികൾ പരമ്പരാഗത ദക്ഷിണേന്ത്യൻ വിഭവങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ശക്തമായ ഗന്ധമാണ് വീട്ടിൽ നിലനിൽക്കുന്നതെന്ന് വെളിപ്പെടുത്തി. കുങ്കുമപ്പൂവ്, ചോറ്, വെളുത്തുള്ളി നാനും, ലാബ് റോഗൻ ജോഷ്, ബീഫ് വിന്താലു എന്നിവയ്ക്കൊപ്പം ബട്ടർ ചിക്കൻ കലർന്നതാണ് ഈ മണമെന്നായിരുന്നു വീട്ടുടമസ്ഥൻ പ്രധാനമായും വിവരിച്ചിരുന്നത്. നന്നായി വൃത്തിയാക്കും, വസ്തുക്കൾ വായുസഞ്ചാരം നടത്തുകയും ചെയ്യും. ഒറ്റ രാത്രി കൊണ്ട് ഡിഫ്യൂസറുകൾ ഉപയോഗിച്ചു. എന്നിട്ടും ദുർഗന്ധം നിലനിൽക്കുന്നുവെന്നും ചുവരുകളിൽ പോലും ഒഴുകിയെത്തുമെന്നുമാണ് അവർ പ്രധാനമായും അവകാശപ്പെടുന്നത്. പിന്നീട് ഈ പ്രശ്നത്തെ നേരിടാൻ ദുർഗന്ധമുണ്ടാകുന്ന ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതിന് ദമ്പതികൾ ഒരു ഓസോൺ ജനറേറ്ററിന് ഓർഡർ നൽകി. വീടിന് വീണ്ടും പെയിന്റ് ചെയ്യേണ്ട, പക്ഷെ ഗന്ധം ചുവരുകളിൽ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, പോസ്റ്റിൽ പറയുകയുണ്ടായി. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അവർ ഉറവിടമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അടുക്കളയിൽ സുഗന്ധം വഹിക്കുന്നില്ലായിരുന്നു. പോസ്റ്റിന് ഓൺലൈനിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ചില ഉപയോക്താക്കൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ സന്ദേശത്തെ ശക്തമായി വിമർശിച്ചു. ഈ പോസ്റ്റ് 4 ദശലക്ഷത്തിലധികം വ്യൂവേഴ്സിനെ നേടുകയുണ്ടായി. ഒരു ഉപയോക്താവ് പറഞ്ഞത്, എനിക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ എന്റെ ഫ്ളാറ്റിന്റെ താക്കോൽ ലഭിച്ചു കഴിഞ്ഞാൽ ഗന്ധം ഭയങ്കരമായതിനാൽ എനിക്ക് 15 ദിവസം അയൽവാസിയുടെ വീട്ടിൽ കഴിയേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ചുവരുകളും തറയുമെല്ലാം കഴുകി, ആവശ്യമില്ലെങ്കിലും എല്ലാം വീണ്ടും പെയിന്റ് ചെയ്യുകയും ചെയ്തു. പല മാർഗങ്ങൾ സ്വീകരിച്ചു. മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. അതൊരു യഥാർത്ഥ പ്രശ്നമായിരുന്നു. ഇത് ശരിക്കും യഥാർത്ഥ കാര്യമാണ്. സ്വയമല്ല, മറിച്ച് ഇന്ത്യക്കാർക്ക് ഒരിക്കലും വീട് വാടകയ്ക്ക് നൽകരുത്. ടീം ക്ലീനിംഗ്, പരവതാനികൾ, വിനാഗിരി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ചുവരുകൾ സ്ക്രബ് ചെയ്യുക, ദുർഗന്ധം ആഗീകരണം ചെയ്യാൻ സജീവമാക്കിയ കരി ഉപയോഗിക്കുന്നത് എന്നിവ ഉൾപ്പെടെ നിരവധി ആഴത്തിലുള്ള വൃത്തിയാക്കൽ പരിഹാരങ്ങളാണ് ഒരു ഉപയോക്താവ് ശുപാർശ ചെയ്തത്. എന്നിരുന്നാലും പലരും ചൂണ്ടിക്കാട്ടുന്നത് ദക്ഷിണേന്ത്യൻ പാചകരീതിയുമായി വ്യക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പോസ്റ്റിലെ മണത്തെക്കുറിച്ചുള്ള വിവരവും ഇന്ത്യയെക്കുറിച്ചുള്ള മൂടുപടമുള്ള വിവരണങ്ങളും വിവേകശൂന്യമായ സാംസ്കാരികമായി സ്റ്റീരിയോടൈപ്പോ ആയി കാണപ്പെടുന്നുവെന്നാണ്.